പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ലോക അൽഷിമേഴ്സ് ദിനമായ ഇന്ന് മറവി രോഗത്തെക്കുറിച്ചുള്ള ഒരു കഥ കേൾക്കൂ. മറവി മുത്തശ്ശി. മുത്തശ്ശി, ഒരു കഥ പറഞ്ഞു തരൂ. പേരക്കുട്ടികൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലും. കഥ പറഞ്ഞ് രസകരമായി മുന്നോട്ട് പോകുന്നതിനിടയിൽ മുത്തശ്ശി നിർത്തും. ബാക്കി പറയൂ മുത്തശ്ശി, പറയൂ മുത്തശ്ശി. അയ്യോ മക്കളെ, ഞാൻ മറന്നുപോയല്ലോ, മുത്തശ്ശി വേദനയോടെ പറയും. ചില ദിവസം മുത്തശ്ശി കറികളിൽ ഉപ്പിടാൻ മറന്നുപോകും. മറ്റു ചിലപ്പോൾ ഒന്നിലേറെ തവണ ഉപ്പ് വാരിയിടും. ചിലപ്പോൾ എങ്ങോട്ടോ നോക്കി ചിന്തിച്ചിരിക്കുന്നത് കാണാം. മുത്തശ്ശിയുടെ കറികൾക്കും പലഹാരങ്ങൾക്കുമൊക്കെ എന്തൊരു രുചിയായിരുന്നു. ഇപ്പോൾ എന്തു പറ്റിയോ? പേരക്കുട്ടികൾ സങ്കടത്തോടെ ചോദിക്കും. മുത്തശ്ശിക്ക് അൽഷിമേഴ്സ് അഥവാ മറവി രോഗത്തിൻ്റെ തുടക്കമായിരുന്നു. എല്ലാം അടുക്കും ചിട്ടയോടും മാത്രം സൂക്ഷിച്ചിരുന്ന മുത്തശ്ശി പാത്രങ്ങളടക്കം പലതും അവിടെ എവിടെയെങ്കിലും വച്ച് മറക്കും. ചില ദിവസം കുളി കഴിഞ്ഞ് അടുക്കളയിലെത്തി പെട്ടെന്ന് വീണ്ടും എന്തോ മറന്നതുപോലെ കുളിക്കാൻ ഓടും. പേരക്കുട്ടികളായ അച്ചുവിനും കിച്ചുവിനുമാണ് മുത്തശ്ശിയുടെ മാറ്റം ഏറെ സങ്കടമുണ്ടാക്കിയത്. മുത്തശ്ശിക്ക് എന്താണ് സംഭവിക്കുന്നത്? അവർ അച്ഛനോട് ചോദിച്ചു. അച്ഛൻ പരിചയത്തിലുള്ള ഒരു ഡോക്ടർക്കരികിൽ മുത്തശ്ശിയെ കൊണ്ടുപോയി. വിശദമായി പരിശോധിച്ച ശേഷം ഡോക്ടർ പറഞ്ഞു, മുത്തശ്ശിക്ക് അൽഷിമേഴ്സിൻ്റെ തുടക്കമാണ്. ഒരുതരം ഡിമെൻഷ്യ മൂലമാണ് ഓർമ്മക്കുറവ് അനുഭവപ്പെടുന്നത്. അച്ചു കിച്ചുമാർ മുത്തശ്ശിയെ സഹായിക്കാൻ ആഗ്രഹിച്ചു. അൽഷിമേഴ്സ് രോഗത്തെക്കുറിച്ചും അത് ആളുകളുടെ ഓർമ്മകളെ എങ്ങനെ ബാധിക്കുന്നുവെന്നും അവർ മനസ്സിലാക്കി. ചോദ്യങ്ങൾ ചോദിക്കുന്നതും തുറന്ന സംഭാഷണങ്ങൾ നടത്തുന്നതും മുത്തശ്ശിക്ക് ആവശ്യമായ പിന്തുണ ലഭിക്കാൻ സഹായിക്കുമെന്ന് അവർ കണ്ടെത്തി. തുടർച്ചയായി ഇവർ അതിന് പ്രയത്നിച്ചു. അവധി ദിവസങ്ങളിൽ മുത്തശ്ശിയുടെ സമപ്രായക്കാരോടൊപ്പം ചെലവഴിക്കാൻ കൂട്ടിക്കൊണ്ടുപോയി. ഗ്രാമത്തിലുള്ള മറ്റുള്ളവരോടും അൽഷിമേഴ്സ് രോഗത്തെക്കുറിച്ച് പറഞ്ഞുകൊടുത്തു. അച്ഛൻ്റെ സുഹൃത്തായ ഗ്രാമപഞ്ചായത്ത് അംഗത്തിൻ്റെ സഹായത്തോടെ ആസ്ക് എബൌട്ട് ഡിമെൻഷ്യ, ആസ്ക് എബൌട്ട് അൽഷിമേഴ്സ് എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. സുഹൃത്തുക്കളുമായും അയൽക്കാരുമായും സംസാരിച്ചു. രോഗത്തെക്കുറിച്ച് പഠിച്ച കാര്യങ്ങൾ പങ്കിട്ടു. ഗ്രാമവാസികൾ കൂടുതൽ ബോധവാന്മാരായി. അവർ മുത്തശ്ശിയെ മനസ്സിലാക്കാനും പിന്തുണയ്ക്കാനും തുടങ്ങി. മുത്തശ്ശി മറന്നുപോയ കാര്യങ്ങൾ അവർ ക്ഷമയോടെ ഓർമ്മിപ്പിക്കും. ഈ പ്രവർത്തനം മൂലം എല്ലാവരോടും സ്നേഹവും കരുതലും നിലനിർത്താൻ മുത്തശ്ശിക്ക് കഴിഞ്ഞു. അവരുടെ ശ്രമഫലമായി സമാന പ്രശ്നമുള്ള മറ്റു ചിലരെ കണ്ടെത്താനും പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാനും സാധിച്ചു. അച്ചുവും കിച്ചുവും തുടങ്ങിയ ക്യാമ്പയിൻ ആദ്യം പഞ്ചായത്ത് തലത്തിലും പിന്നീട് ജില്ലാ തലത്തിലും ശ്രദ്ധിക്കപ്പെട്ടു. ഇപ്പോൾ ആ പ്രവർത്തനം സംസ്ഥാന തലത്തിൽ വ്യാപിപ്പിക്കുകയും കുഞ്ഞുങ്ങളെ അതിൻ്റെ പ്രധാന ചുമതലക്കാരാക്കുകയും ചെയ്തു. തങ്ങളുടെ മുത്തശ്ശിയുടെ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം മൂലം നാടിന് മുഴുവനും പ്രയോജനപ്രദമായ പ്രവൃത്തിക്ക് തുടക്കം കുറിച്ച കുഞ്ഞുങ്ങളെ എല്ലാവരും അഭിനന്ദിച്ചു.